കൂടുതൽ വിമർശനത്തിന് ഇടയാക്കിയത്. വിജയ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ആദ്യം ഒരു എക്സ്പോസ്റ്റ് ഇട്ടു, അതിനുശേഷം ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഒരു പ്രതികരണം അന്നത്തെ ദിവസം എങ്ങാനും നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആത്മാർത്ഥതയുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നി. പക്ഷെ ഇത് ഇന്ന് മൂന്നാമത്തെ ദിവസമായി. ആ മൂന്നാം ദിവസം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നത്. ഏതായാലും അതിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കരൂരേക്ക് പോകും, ജനങ്ങൾ എല്ലാമാണ്, അവർ സ്നേഹം കൊണ്ടാണ് വന്നത്, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവിടെ നിന്ന് പോയതിന് അദ്ദേഹം ഒരു ജസ്റ്റിഫിക്കേഷൻ വിശദീകരണം നൽകുന്നുണ്ട്. അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ജനത്തിരക്ക് അവിടെ ഉണ്ടാവാനുള്ള, തിക്കും തിരക്കും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് എന്നുള്ളൊരു വിശദീകരണം വിജയ് പറയുന്നത്. ഒരു പക്ഷേ അത് നമുക്ക് ശരിയായിട്ട് എടുക്കുകയും ചെയ്യാം. വിജയ് അവിടെ വീണ്ടും നിന്നിരുന്നെങ്കിൽ, ആശുപത്രിയിലേക്ക് പോയിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ തിക്കും തിരക്കിലേക്കും പോയതിനെ, ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്ന തലത്തിലേക്ക് പോയതിനെ. ഏതായാലും അത് ഒഴിവാക്കുന്നതിനാണ് പോയത് എന്ന് പറയുന്നു. പക്ഷേ അത് അങ്ങനെ പോകുമ്പോൾ പോലും അത്ര പെട്ടെന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പോകേണ്ടിയിരുന്നു. കുളമ്പുഴയിൽ കരൂർ ഒന്ന് പോയി എങ്കിൽ പോലും തൃശ്ശിയിൽ പോയി ആ സാഹചര്യം ഒന്ന് അനുകൂലമാവുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നടപടി വിജയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൂടാതെ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ചോദിച്ച് വിജയുടെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷേ അപ്പോഴും വിജയ് മൗനം പാലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലതവണ ചെന്നൈയിലെത്തിയപ്പോഴും തൃശ്ശിയിലെത്തിയപ്പോഴും ഇതിനു മുന്നിലും മറ്റൊക്കെ മാധ്യമങ്ങൾ കാത്തുനിന്നിരുന്നു. വേണമെങ്കിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ഈ എക്സ്പോസിൽ ചെയ്ത ആ കാര്യങ്ങൾ, ആ വീഡിയോ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണം, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഏതായാലും സുരക്ഷ ഒഴിച്ച് അവിടെ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം വിജയ് പറയുന്നുണ്ട്. അതായത് അവിടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്ന് വിജയ് പറയുന്നുണ്ട്. ആ സുരക്ഷ ഒരുക്കേണ്ടത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് TVKയുടെ ഒരു ആക്ഷേപമുള്ളത്. പ്രത്യേകിച്ച് ഈ പോലീസിന് സമ്മർദ്ദമുണ്ടായി എന്നൊക്കെയാണ് TVK കോടതിയിൽ ഹർജിയിൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ 4 പേർക്ക് എതിരെ നടപടി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെയെല്ലാം വെറുതെ വിടണം, എന്ത് കുറ്റം വേണമെങ്കിലും തന്റെ മേൽ വെച്ചോളൂ, മറ്റുള്ള ആളുകളുടെ മേൽ, അതായത് തന്റെ സുഹൃത്തുക്കളുടെയോ മറ്റ് പാർട്ടി പ്രവർത്തകരുടെയോ മേൽ ഈ കുറ്റങ്ങൾ വെക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന MK സ്റ്റാലിനോട് പറഞ്ഞുകൊണ്ടാണ് വിജയ് സംസാരിക്കുന്നത്. വളരെ സിനിമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നതും. എന്തായാലും വന്ന് കരൂരിലുള്ള ആളുകളെ കാണാൻ വേണ്ടി എത്തുമെന്നൊക്കെ വിജയ് പറയുന്നുണ്ട്. അപ്പോഴും ഇത്രയും ദിവസം വേണ്ടി വന്നോ ഇങ്ങനൊരു പ്രതികരണത്തിനും എന്നൊക്കെയുള്ളതാണ് വിജയ്ക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ വീണ്ടും കൂട്ടുന്നത്.